ഇവർ പറയുന്ന അടുത്ത ആരോപണം എന്താ? നടന്മാരാരും സിനിമ നിർമ്മിക്കാൻ പാടില്ല. അതൊരുമാതിരി വൃത്തികെട്ട ഇടപാടല്ലേ? ഞങ്ങൾ മാത്രമേ നിർമ്മിക്കാവൂ, ആര് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാത്രമേ നിർമ്മിക്കാവൂ, ബാക്കിയുള്ളവരൊക്കെ പണിക്കാരാണ്. അപ്പോൾ ഈ സിനിമ ഫ്രട്ടേണിറ്റിയിൽ സിനിമ ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ മണ്ടന്മാരാണോ? ഈ സിനിമയിൽ ക്യാമറ വർക്ക് ചെയ്യുന്ന, നിങ്ങളെപ്പോലെ ക്യാമറ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാർ, ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇതിൽ പണിയെടുക്കുന്ന ആൾക്കാർ, അഭിനയിക്കുന്ന ആൾക്കാർ, ഞങ്ങളൊക്കെ തൊഴിലാളികൾ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാത്രം മുതലാളിത്ത വ്യവസ്ഥയിൽ വിശ്വസിച്ച് ജീവിക്കാനാണെങ്കിൽ അതിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? ഈ അമ്മയിൽ 506 അംഗങ്ങളുണ്ടെങ്കിൽ അതിൽ 40% പേര് സിനിമയിൽ നേരിട്ടോ അല്ലാതെയോ പ്രൊഡക്ഷൻ സൈഡിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്ത് അഭിനയിക്കുന്ന അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ എല്ലാവരുടെയും വെൽഫെയർ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് ഒരാൾക്ക് പോലും പൈസ കൊടുക്കാൻ ബാക്കി വെച്ചിട്ട് ഞങ്ങൾ സിനിമ അവസാനിപ്പിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ പ്രൊഡക്ഷൻ സൈഡിൽ വരാൻ പാടില്ല. അമ്മയുടെ അംഗങ്ങളെല്ലാം പണിക്കാരെ പോലെ അഭിനേതാക്കൾ അവിടെ ഒടുങ്ങി നിന്നോണം, ഞങ്ങൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇനി ഇവർ വേറൊരു കണ്ടീഷൻ ഇവർ മുന്നോട്ട് വെച്ചത് നിങ്ങൾ അറിയണം. അമ്മയ്ക്കൊരു ലെറ്റർ അയച്ചു തന്നു. അമ്മയ്ക്ക് ലെറ്റർ അയച്ചു തന്നതിനകത്ത് ഇവർ പറഞ്ഞ എന്താ? ഞങ്ങൾ ഇവിടെ കുറെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻകാർ ഞങ്ങൾ മീറ്റിംഗ് കൂടി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ തീരുമാനങ്ങൾ ഞങ്ങൾ അമ്മയെ അറിയിക്കുകയാണ്. ഒരു ലെറ്റർ വന്നു, ഞാനും വായിച്ചതാണ്. ആ ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 25% അഡ്വാൻസ് ആദ്യം തരും, അതിനുശേഷം സിനിമയിൽ അഭിനയിച്ചു പോകുമ്പോൾ ഒരു 35% കൂടി തരും. അപ്പോൾ എത്രയായി? ചോദിക്കുന്ന 1 ലക്ഷം ചോദിക്കുന്നെങ്കിൽ 60,000 രൂപ നിങ്ങൾക്ക് കിട്ടും ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ. ബാക്കി 40,000 രൂപ സിനിമയുടെ സെൻസറിങ്ങിന് ശേഷം റിലീസിനെ തരുവുള്ളൂ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു സിനിമയിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിട്ട് വരുന്ന ഒരു നടൻ ഈ സിനിമ അഭിനയിക്കാൻ അയാളുടെ വീട്ടുകാരില്ലേ, അയാൾ ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്നല്ലേ ജീവിക്കുന്നത്, അയാൾ സഹകരിക്കാൻ തയ്യാറാവും. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? 25% അഡ്വാൻസ് മേടിച്ച് 25% ഷൂട്ടിങ്ങിന് പോകുമ്പം അഭിനയിക്കുമ്പം മേടിച്ചിട്ട് 25% അഭിനയിച്ച് തീരുമ്പം മേടിച്ചിട്ട് ബാക്കി 25% ഡബ്ബിങ് തീരുമ്പോഴാണ് മേടിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സിനിമയെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട വസ്തുതയുണ്ട്. പലപ്പോഴും സിനിമയുടെ റിലീസിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിവ് കിട്ടാറില്ല. ഏത് ടെക്നീഷ്യനാണ് ഇതിന്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ അല്ലെങ്കിൽ കീ ടെക്നീഷ്യൻസോ അല്ലാതെ ആരും ഈ പടം എന്നാ സെൻസർ ചെയ്യുന്നത്, എന്നാണ് റിലീസ് ചെയ്യുന്നത്? എത്രയോ പടങ്ങൾ 2-3 വർഷം കഴിഞ്ഞിട്ടില്ലേ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അഭിനയിച്ചു പോയ പാവപ്പെട്ട നടന്മാരൊക്കെ ഈ റിലീസ് ഡേറ്റ് വരെ പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതൊരു തരം അടവാണ്. പിന്നെ നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ സാധിക്കും. ഇവിടെ എത്രയോ നടന്മാർ, ഞാൻ പറയുന്നില്ല പ്രൊഡ്യൂസേഴ്സിന്റെ പേര്, ഒരുപാട് നടന്മാർ അഭിനയിച്ച് തീർത്തു പോയിട്ട് ഇന്നും പൈസ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പണ്ടൊക്കെ ജഗതി ചേട്ടനൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് ചെക്കുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലിരിപ്പുണ്ടെന്ന്. കറക്റ്റായിട്ട് എല്ലാ പ്രൊഡ്യൂസേഴ്സും പൈസ തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ ചെക്കുകളൊന്നും വീട്ടിലുണ്ടാവില്ലായിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു മാധ്യമത്തിന്റെ മുമ്പിലും ഒരു പ്രൊഡ്യൂസറെയും കുറ്റം പറയാതെ, സിനിമയെ ഒരിക്കലും കുറ്റം പറയാതെ, വെയിലും മഴയും നോക്കാതെ കഷ്ടപ്പെട്ട് സിനിമയുടെ ഉന്നമനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം പാവപ്പെട്ട ഒരു ഒരു നന്മ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിന്റെ നടീനടന്മാർ. അവരുടെ കച്ചവട വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. അവരുടെ കൂട്ടത്തിൽ നിന്ന് നല്ല സിനിമ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്ന നിർമ്മാതാക്കളുടെ രംഗത്ത് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ 2 കൈ നിന്നിട്ട് സ്വീകരിക്കട്ടെ വേണ്ടത്. അതിന് പകരം സിനിമ അഭിനയിക്കുന്നവർ സിനിമാ നിർമ്മാണ രംഗത്ത് വന്നാൽ ഞങ്ങൾ അവിടെ സിനിമ റിലീസ് ചെയ്യില്ല. ഇനി നിർമ്മാതാക്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ നിർമ്മാണ മേഖലയിൽ നിങ്ങൾ നിർമ്മാതാക്കളായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ അമ്മയുടെ അസോസിയേഷനിലുള്ള ആൾക്കാർ ഒരു തീരുമാനമെടുക്കുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ പടത്തിലെ ഞങ്ങൾ അഭിനയിക്കുന്നു എന്നൊരു തീരുമാനം ഞങ്ങൾ നാളെ എടുത്തുന്നിരിക്കട്ടെ. ഹൈപ്പോത്തറ്റിക്കലാണ്. ജയൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി നാളെ പറഞ്ഞു കളയരുത്. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ഇങ്ങനൊരു തീരുമാനം, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളിലെ ഞങ്ങൾ അമ്മക്കാർ അഭിനയിക്കുന്നുള്ളൂ എന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. സിനിമ ഒരു കൂട്ടായ്മയുടെ പുറത്ത് പോകേണ്ടതാണ്. ഒരുപാട് പേര് ഒരു സിനിമ നടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇതൊരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക, അടിപൊളി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക. പഴയ ഡയറക്ടർ, പണ്ടുകാലം തൊട്ട് ഡയറക്ടർ കലാധരൻ ചേട്ടന്റെ പടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിജയരാമൻ ചേട്ടൻ, ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ട്. ഞങ്ങൾ ഇവിടെ വന്ന് സഹകരിക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു സന്തോഷമാണ് ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുക എന്ന് വെച്ചാൽ. അവരുടെ കൂടെ നിന്ന് അവർ തരുന്ന ഭക്ഷണം കഴിച്ച്, അവർ തരുന്ന സ്ഥലത്ത് താമസിച്ച്, അവർ തരുന്ന പൈസ, ചിലപ്പോൾ ഇത്തിരി തർക്കങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. അത് ഏത് ബിസിനസ്സിലും അതില്ലാത്തത്. ആ സംസാരിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് തിരിച്ചുപോയി നമുക്കൊരു പ്രാർത്ഥനയുള്ളൂ, ആ പടം വലിയ ഹിറ്റാവണം, ആ പ്രൊഡ്യൂസർക്ക് മുടക്കിയ പൈസയും 10 പൈസയെങ്കിലും ലാഭം കിട്ടണം. ഇതല്ലേ ഒരു നടനെ സംബന്ധിച്ച് ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത്.